നാട്ടിക ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാടിന് മുതൽക്കൂട്ടാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് തണൽ ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ സംസ്ഥാനത്ത് NSS ബഹുവിധങ്ങളായിട്ടുള്ള ദൗത്യങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ സുപ്രധാനമായ ഒന്നാണ് ഭവനരഹിതരായവർക്ക് വീട് പണിത് നൽകുക എന്നുള്ളത്. ഇവിടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ലൈഫ് പാർപ്പിട പദ്ധതിയിലൂടെ 5 ലക്ഷത്തോളം പേർക്കാണ് വീട് വെച്ച് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ 4,22,000 പേർക്ക് വീട് പണി തീർത്ത് കൈമാറ്റം ചെയ്തു കഴിഞ്ഞു. മറ്റു വീടുകളുടെ പണി പൂർത്തീകരണ ഘട്ടത്തിലാണ്. സാങ്കേതിക കാരണങ്ങളാൽ ലൈഫിൻ്റെ ലിസ്റ്റിൽ പെടാതെ പോകുന്ന ഭൂരഹിതരും ഭവനരഹിതരുമായിട്ടുള്ള കുടുംബങ്ങളെ കൂടി സമ്പൂർണ്ണമായി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് എന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ദൗത്യത്തിൽ കൈകോർത്ത് പിടിക്കണമെന്ന് സുമനസ്സുകളായ വ്യക്തികളോടും സന്നദ്ധ സംഘടനകളോടുമൊക്കെ തന്നെ ലൈഫ് പാർപ്പിട പദ്ധതിയുടെ തുടക്കകാലത്ത് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ജയാബിനി GSB, സ്റ്റേറ്റ് NSS ഓഫീസർ RN അൻസാർ, ജോയിന്റ് ഡയറക്ടർ ഷാജിദ S, സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ, സ്കൂൾ PTA പ്രസിഡന്റ് PSP നസീർ, ഹെഡ്മിസ്ട്രസ് മിനിജ R വിജയൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ്, സ്കൂൾ വികസന സമിതി കൺവീനർ CS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. NSS ജില്ലാ കൺവീനർ MB പ്രതീഷ് പദ്ധതി വിശദീകരണം നടത്തി. ദേശീയ സിനിമാ അവാർഡ് ജേതാവ് അപർണ ബാലമുരളിയുടെ മാതാപിതാക്കളായ KP ബാലമുരളിയും ശോഭ ബാലമുരളിയും സംഘവും നടത്തിയ ഗാനമേള ശ്രദ്ധേയമായി. ലഹരിക്കെതിരെയുള്ള ഗാനത്തിന്റെ ഓഡിയോ റിലീസും മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. കണ്ണി നക്ഷത്ര